ഒരു വാട്സപ്പ് നമ്പർ എങ്ങനെ 4 ഫോണിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ വാട്സപ്പ് ഇനി മുതൽ ഉപയോഗിക്കാൻ പറ്റും. ഇതുവരെ എന്ന് പറയുന്ന കുറെ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് മെയിൻ അക്കൗണ്ടിൽ നിന്ന് മാത്രമായിരുന്നു സ്റ്റാറ്റസ് വെക്കാൻ പറ്റുന്നത്. ഇനി മുതൽ അങ്ങനെയല്ല, സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് എല്ലാ ഫോണിലും വാട്സപ്പ് ഒരേ നമ്പറിൽ ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഈ ഒരു ബിസിനസ് വാട്സപ്പ് വഴി ബിസിനസ് ചെയ്യുന്നതും ഡെലിവറി ചെയ്യുന്നവർക്കൊക്കെയാണ്. നിങ്ങൾക്ക് ഈ ഒരു 4 ഫോണിലും ഒരേ സമയത്ത് തന്നെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. ഒരു മെയിൻ ഫോൺ ഓഫ് ആണെങ്കിൽ പോലും സെക്കൻഡ് വാട്സപ്പിലേക്ക് വരും. എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം. റെഡ്മിയുള്ള വാട്സപ്പ് ഈ ഒരു സാംസങ്ങിന്റെ ഫോണിലേക്ക് കൂടെയാണ് കിട്ടേണ്ടത്. അതിന് ഓൾറെഡി ഞാൻ ഈ ഒരു സാംസങ്ങിന്റെ ഫോണിൽ 2 വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് 3 വരെ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സാംസങ്ങിന്റെ ഫോണിലും അതുപോലെ തന്നെ റെഡ്മി ഫോണിലൊക്കെ വരുന്നുണ്ട്. ഡുവൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഡുവൽ മെസ്സഞ്ചർ എന്ന സെറ്റിംഗ്സ് പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടും. ഇവിടെ 2 ഫേസ്ബുക്ക്, 2 ടെലിഗ്രാം ഇതുപോലെ യൂസ് ചെയ്യാം. നമ്മൾ ഡുവലായിട്ട് വേറെ തന്നെ അതിൻ്റെ മുകളിൽ ലോഗോ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മൾ സാധാരണ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഓപ്പൺ ആക്കുക. അതിനുശേഷം ഈ നമ്പർ കൊടുക്കുന്നതിന് പകരം നിങ്ങളിവിടെ ഒരു 3 ഡോട്ട്സ് കാണാൻ പറ്റും. ഇവിടെ ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇപ്പോൾ ഒരു QR കോഡ് വന്ന് കാണാൻ പറ്റും. ഈ ഒരു QR കോഡ് നമ്മൾ ഏത് ഫോണിലാണോ മെയിനായിട്ട് വാട്സപ്പ് ഉള്ളത് ആ ഒരു ഫോണ് ഓപ്പൺ ചെയ്യുക. മെയിൻ അക്കൗണ്ടുള്ള ആ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ ഒരു 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക്ഡ് ഡിവൈസ് എന്നുണ്ടാവും. ഈ ഒരു ഫോണിൽ QR കോഡ് കാണാം. ഇതിൽ നമുക്ക് അത് സ്കാൻ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാട്സപ്പ് ഇതിലേക്ക് വരും. ഇത് സ്കാൻ ആവാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ് വാട്സപ്പ് ആണെങ്കിലും മറ്റേതും ബിസിനസ് ആയിരിക്കണം. അതുപോലെ തന്നെ നോർമൽ വാട്സപ്പ് ആണെങ്കിൽ ആ ഒരു വാട്സപ്പും രണ്ടിലും ഒരേ വാട്സപ്പ് ആയിരിക്കണം. ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തന്നത് സാധാ നോർമൽ വാട്സപ്പാണ്. ഇതിൽ സ്കാൻ ചെയ്യാൻ നോക്കിയത് ബിസിനസ് വാട്സപ്പ് ആയതുകൊണ്ടാണ് ലിങ്ക് ചെയ്യാത്തത്. ഇനി ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ കാണിച്ചു തരും. ലാസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ 4 ഡിവൈസ് വരെ നമുക്ക് ഇത് ലിങ്ക് ചെയ്യാനും പറ്റും.